നമസ്കാരം. ഔ ടി വി 24/7 ഇന്ന് അതിഥിയായി കിട്ടിയിരിക്കുന്നത് അബ്ദുൾ റഹ്മാൻ ഇക്കയാണ്. 1971 പ്രവാസിയായിട്ട് ലോഞ്ചിൽ വന്ന ആളാണ്. അപ്പോൾ ഇക്ക നമസ്കാരം. ഇക്ക ഈ 1971 ഇവിടെ വരുന്നത് അല്ലേ? ശരിക്കും എത്ര ദിവസം ലോഞ്ചിൽ എടുത്തു ഇവിടെ എത്താൻ വേണ്ടി? 29 ദിവസം എടുത്താണ് വന്നത്. ശരിക്കും ലോഞ്ചിൽ ഞാൻ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള കഷ്ടപ്പാടുകൾ കേട്ടിട്ടുണ്ട്. ലോഞ്ചിൽ നമ്മുടെ കൂട്ടത്തിൽ വരുന്നവർ ചിലപ്പോൾ മരണപ്പെട്ടേക്കാം, ഇത്രയും ദിവസം എടുത്ത് വരുന്നത് കൊണ്ട്. പിന്നെ അതുപോലെ ആഹാരത്തിനുള്ള ചെറിയ പ്രശ്നം എങ്ങനെയായിരുന്നു ഇക്ക വന്നപ്പോൾ? ഞാൻ വരുമ്പോൾ വെച്ചാൽ ഉച്ചക്ക് ഒരു ഭക്ഷണം കിട്ടും, വൈകുന്നേരം കഞ്ഞി കിട്ടും, പിന്നെ വെള്ളം അത്യാവശ്യം ഉപയോഗിക്കാൻ മാത്രം, കൂടുതൽ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ബാത്റൂം പോവാൻ കടലിൽ തന്നെ വെള്ളം എടുക്കും, പാട്ടുണ്ട്, അതിലിരുന്നാൽ മതി. കുടിക്കാനെന്ന് വെച്ചാൽ പിന്നെ ഇത് തന്നെ ഒരു കൺട്രോളിങ്ങിൽ മാത്രം. ഒരു കഞ്ഞി വൈകുന്നേരം, ഉച്ചക്കൊരു ചെറിയ ചോറ്, അതുകൊണ്ട് ഇങ്ങനെ നമ്മളെ നാട്ടുകാർ, എൻ്റെ നാട്ടുകാർ ഞങ്ങൾ മൂന്നാളുണ്ടായിരുന്നു. അതായത് പിന്നെ താനക്കോട്ടക്കാരെ അസൻ എന്ന് പറയും, പിന്നെ വേറെ പൂവാട്ട് തറുവൈ, ഞാൻ, ഇങ്ങനെ ഞങ്ങൾ മൂന്നാളായിരുന്നു ഉള്ളത്. ബോംബെയിൽ നിന്ന് കയറുന്നു? ബോംബെയില്ല, കോഴിക്കോട് അല്ലോ, കോഴിക്കോടില്ല, അതല്ല അത്രയും താമസിച്ചു. അതെന്ന് വെച്ചാൽ ഇഞ്ചിയും പടക്കായത് കേടായത് കൊണ്ടാണ് നമ്മൾ അത്ര താമസിക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ 6 years കൊണ്ട് എത്തേണ്ടതാണ്. റെയിൽ വെച്ച് ഇഞ്ചിൻ ഇതായിപ്പോയി, കടലിൽപ്പെട്ടു. എന്നിട്ട് റെഡിയാക്കിയത് ഷോർട്ട് ടൈം ഉണ്ട്. അത് കുറെ കാറ്റ് കൊണ്ടാണ് എന്താകുന്നത്, പിന്നെ ഓടുന്നത്. ഇത് നേരെ എവിടെയാണ് വന്ന് ഇറങ്ങിയത്? കോർഫക്കാനിൽ വന്ന് ഇറങ്ങിയിട്ട് എന്തായിരുന്നു ഇക്കയുടെയൊക്കെ മനസ്സിലെപ്പോഴും? നമ്മൾ മനസ്സിലാക്കുന്ന ദുബൈ എന്ന് പറഞ്ഞ് കേട്ടപ്പോൾ എല്ലാവരും നാട്ടിൽ ഞാൻ വരുന്നതിൻ്റെ മുമ്പുള്ള ആൾക്കാർ വന്നിട്ട് പിന്നെ ഈ ഫ്രൈ അടിക്കലും ഇതെല്ലാം കണ്ടപ്പോൾ ഞാൻ ഭയങ്കര സ്ഥലം അവിടെ വന്ന് എത്തിക്കഴിഞ്ഞാൽ മതി എന്നുള്ള ആഗ്രഹം കൊണ്ട് വന്നതാണ്. അപ്പോൾ അവിടെ ജീവിതം പച്ച പിടിക്കും എന്നുള്ള നീയത്താലും വന്നതാണ്. ഒന്നും അങ്ങനെ ഉണ്ടല്ലോ, ആഗ്രഹം അത് തന്നെ, ജീവിതം ഒന്ന് പച്ച പിടിക്കണം, അങ്ങനെ പിന്നെ ഈ ഒരു നീയത്തെ കൊണ്ട് കയറിയതാണ്. ശരിയാണ്. നമ്മുടെ പഴയ കാലത്ത് നാട്ടിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ്. കുടുംബം നന്നായി നോക്കാൻ വേണ്ടിയാണ് പ്രവാസം. കാരണം വീട്ടില് ഇന്നത്തെ മാതിരിയല്ല, അന്ന് ജീവിക്കാൻ വേണ്ടിയാ, പിന്നെ ഭക്ഷണത്തിന് വേണ്ടിയാ, ഭക്ഷണം കിട്ടാത്ത സമയമാണ്, ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് പിന്നെ ഇവിടത്തേക്ക് പോകുന്നത്. അന്ന് ഇന്ന് പോലെ വീട് വലിയത് വേണം, കാറ് വേണം, അയ്യൊരു നീയത്തിലല്ല വരുന്നത്. ഇന്ന് ഭക്ഷണം ഇല്ലാത്ത, എല്ലാവർക്കും ഭംഗിയായി ഭക്ഷണം കഴിക്കണം, അതാണ് ഏറ്റവും മെയിൻ. അതിന് വേണ്ടിയിട്ട് എന്താണോ എവിടെയും പോകാനും കഷ്ടപ്പെടാനും തയ്യാറായി. ഈ കോർഫക്കാനിൽ വന്ന് ഇറങ്ങിയപ്പോൾ എന്തായിരുന്നു? ഇറങ്ങിയ ശേഷം ഇവിടുത്തെ തണുപ്പിന് വെള്ളത്തിൽ ഇറക്കിയിട്ടാണ് വിട്ടത്. അതായത് വെച്ചാൽ ചെറിയ ഒരു കൊയമ്പിലിൻ്റെ തോണിയാണ്. ആ തോണീൻ്റെ അകത്ത് ഞങ്ങൾ 18 ആൾ തുള്ളിയേക്കും ഒരു ഭാഗത്ത് വെള്ളം ഇങ്ങനെ ഇതാക്കുന്നത്. അങ്ങനെ എല്ലാം കൂടി ചുരുക്കിപ്പറ്റ തോണി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തോണി മുങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾ രാത്രി 2 മണിക്കായി ഇറക്കുന്നത്. അപ്പോൾ നമ്മൾ നാട്ടുകാർ കേൾക്കലസ ഇപ്പം ബാക്കിയുണ്ട്, അയാൾ ഞാൻ പോകുന്ന കൂട്ടത്തിൽ. പിന്നെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ട് വെള്ളം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതോ കരക്ക്, ഞാൻ മനസ്സിലാക്കുന്ന കരക്ക് എത്തിക്കില്ല എന്ന്, പേടി കൊണ്ട് ഞങ്ങൾക്ക് കരക്കെത്തിക്കുക പൂയിന്നാണ് നീതുന്നത്. അപ്പോൾ ഞാൻ മരിക്കുന്നതാണുള്ള നീയത്തല്ലേ, വെള്ളത്തിലുള്ള. അപ്പോൾ ഈ കുറേ കഴിഞ്ഞ് തലനോക്കും ഞാൻ പൂയിലുള്ള സന്തോഷമായി പോയി. അതായത് രസം, പൂയിലുള്ളത് അങ്ങനെ അന്ന്. അപ്പോൾ നനഞ്ഞ മുണ്ടും കുപ്പാൻ കെട്ടും എല്ലാം, എല്ലാ ഷർട്ടും എല്ലാം, പെൻ്റൊന്നുമില്ല, ഷർട്ടും മുണ്ടേ ഉള്ളൂ, അതെല്ലാം കെട്ടി റെഡിക്ക് വെച്ചതുണ്ട്. ഞാൻ വെള്ളത്തിൽ തുള്ളുന്നതല്ലേ. അപ്പം വന്ന് കുറേ ആളെത്തി. പിന്നെ ആളെന്തായത്, വേറെ 270 ആളായിട്ടുണ്ട്. ബാക്കിയെല്ലാം ഫസ്റ്റിലത്തെ ഇറക്കൽ ഞാളെ ഇറങ്ങിക്കുക. പിന്നെ ബാക്കിയുള്ള ആൾ ഇറങ്ങിക്കോ എത്തിക്കോ ഒന്നും നമ്മൾ ഇന്നും അറിയില്ല. പോയിക്കുന്ന ഞാളയിൽ പിന്നെ 3 എത്തിക്ക്, മറ്റുള്ളത് ഞാൻ അറിയില്ല ആരാ ഇറങ്ങിയത് എത്തിയൊന്നുമല്ല. അവനങ്ങനെ ചുരുക്കി പറയാന്ന് വെച്ചാൽ ഈ കോർഫുക്കാനിൽ ഒരു പുഴേൻ്റെ ദ്വീപിലാണ് ഞങ്ങൾ ഇറക്കിയത്. അപ്പോൾ ഈ പുഴയും കാരണം അക്കരെ പോകണം, പുഴയും കറന്നിട്ട് അക്കരെ പോകണം. അപ്പോൾ ഒരു മാർഗവും കാണില്ല, അക്കരെ വെള്ളം ഒലിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു ഇടച്ചേരിക്കാരൻ സൂപ്പിന്ന് പറഞ്ഞ ആളുണ്ട്. അവൻ പറഞ്ഞ് നമ്മൾ നീന്തു വന്ന്
നീന്തി. ഇവൻ്റെ പേര് ഒരു മരത്തിൻ്റെ പേര് ഇങ്ങനെയാണുള്ളത്. ഇവൻ്റെ നീന്തൽ പേരിൻ്റെ ഉള്ളിലായിപ്പോയി തല. ഒരു കോലം കൊണ്ട് രക്ഷപ്പെടുവാൻ കാണുന്നില്ല. അപ്പോൾ തിരിച്ച് ബേക്കിൽ ഞാളും ഉണ്ട്. അങ്ങനെ പിന്നെ ഒരു മുണ്ട് പിടിച്ച് ഞാൻ വലിച്ചു കൊടുത്ത് അതിലെൻ്റെ ബേരിങ് തലയിൽ പോകുന്നത്. അങ്ങനെയാണ് ഗോർഫുഖാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ദ്വീപിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അങ്ങനെ കുഴപ്പമില്ലെത്തി ദ്വീപിലേക്ക് എത്തി. ഞങ്ങളിങ്ങനെ പിന്നെ നടക്കുക. അതായത് നടക്കുന്ന വെച്ചാൽ പൂയല്ലേ, ആരെയും ബൈവോയ ഇതുണ്ടാവും നടന്നിട്ട് കാലിനടി ഈ അടയാളം പറ്റിയിട്ടാണ് നടക്കുന്നത്. വൈകുന്നേരം വരെ നടന്ന് പിന്നെ ലേറ്റ് നോക്കലോട്ടെ. അങ്ങനെ ഒരു അറിവ് ഷാവേൻ്റെ അടുത്തെത്തി. അപ്പോൾ ഒരു ഈത്ത ഈ തോട്ടത്തിലെത്തി. അതിൽ കാര്യം നല്ല വെള്ളമെല്ലാം കുടിച്ച് എത്തപ്പോൾ ആരും ചോദിച്ചൊന്നുമില്ല. കാരണം അത്രയും വിശപ്പിലാണുള്ളത്. തണുക്കുന്നത് വലിയ തണുപ്പാണ്. അങ്ങനെ അവിടെ നിന്ന് എത്തപ്പോയ വെള്ളമെല്ലാം കുടിച്ച് കുറച്ച് ടൗണിലേക്ക് നടന്നു. അപ്പോൾ ഒരു കാക്ക അള്ളാഹുവായക്ക് സ്വർഗം കുറുകട്ടെ തിരികെ നമുക്ക് പറയാനുള്ളൂ. അയാൾ പറഞ്ഞു ഞാളിങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ ലാഞ്ചിന് വന്നിങ്ങനെ. അപ്പോൾ അയാൾ പറഞ്ഞു ഒരുപാട് ആൾ ലാഞ്ചിന് വന്നിട്ട് ഞാനിവിടുന്ന് കാറ്റി കൊടുത്തിട്ട് പൈസ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുക്കലില്ല, ഞാൻ ഇവിടുന്ന് കൊടുക്കല. ഭക്ഷണം നിങ്ങൾ മാണ്ടി കഴിച്ചോളി, ഇതിങ്ങൾ എന്നോട് പറയുന്നത്. അപ്പം ഞാളെ കൂട്ടത്തിൽ നിന്ന് ഓരോരുത്തരാ നിങ്ങൾ കാറ്റി, പിന്നെ ഞാൻ പൈസ ഉറപ്പായിട്ട് കൊടുക്കുന്നു. അങ്ങനെ ഞാളെ കാറ്റി തന്ന അയാൾ. അങ്ങനെയാണ് ഷാർജയിൽ വന്നിറങ്ങുന്നത്. ഷാർജയിൽ വന്നിറങ്ങുമ്പോൾ അവിടെ നിന്ന് പിടിച്ചു. നിങ്ങളെന്നാ വരുന്നതെന്ന് ചോദിച്ച് പിടിച്ചായിട്ട് ജയിലിൽ പോലീസ് പിടിച്ചു. അങ്ങനെ ഒരാഴ്ച കുത്തുന്നതിന് ശേഷം പിന്നെ എറോത്ത് മുസാജി എന്ന് പറഞ്ഞാൽ നാദാവരക്കാരൻ ഒരാളുണ്ട്. അയാൾ എങ്ങനെയോ അറിഞ്ഞ് സംഭവങ്ങൾ. അയാൾ അറിഞ്ഞതിന് ശേഷം അയാൾ അന്നത്തെ ഫൈന് 15 ഉറുപ്പ്യ. 15 ഉറുപ്പ്യ ഉള്ള കുറവാണ്. അങ്ങനെ അയാൾ 15 ഉറുപ്പ്യ കെട്ടി ഈ മുസാജി ഞാളെല്ലാം ഇറക്കി. ആടുന്ന് ഇറക്കി നാട്ടിലേക്ക് പോകുന്നു. അല്ല ഇങ്ങനെ ദുബൈ ടൗണിലേക്ക് പോകുന്നു. പിന്നെ മറ്റേയാളെ പൈസ ഈ പറഞ്ഞിട്ടോട്ട് തന്നെ മറ്റേയാളെ പൈസ ആര് കൊടുത്ത് കിട്ടിയിട്ടില്ല. മലപ്പുറക്കാർ ഇറക്കി ആദ്യം കയറ്റിയിട്ടുണ്ടല്ലോ, ഞാൻ ഉറപ്പായിട്ടും കൊടുക്കുമെന്ന് പറഞ്ഞത്. പിന്നെ അയാൾ കാണുവാനായിക്കോ, അയാൾക്ക് കൊടുത്തിട്ടുണ്ടോ? വേറെ നിവൃത്തിയില്ല, ഒന്നുമില്ല. അയാൾ പറഞ്ഞ് ശരിയല്ലേ, ഒരു തെറ്റും ഇല്ലല്ലോ. പിന്നെ നമ്മളെപ്പോൾ ഇപ്പോൾ എന്താ ഇറക്കുന്നുണ്ട്? റബ്ബേ നമുക്കൊന്നും ചെയ്യാനാവില്ല. അയാളെ കവർ വിശാലമായി കൊടുക്കണേ അല്ല എന്നാൽ പറയാൻ മാത്രമേ നമുക്ക് പറ്റൂ. അത് ചെയ്യുന്നുണ്ട്. പോലീസിൽ പെട്ടുപോയി. ഞാനോട് അതിൽ ഒരാൾ ഇപ്പം ബാക്കിയുണ്ട്, ഗക്കലസ് എന്ന് പറഞ്ഞ താനക്കൊട്ടുകാരൻ. നേരെ ദുബൈയിൽ ചെന്നിട്ട് ദുബൈയിൽ ജോലി അന്വേഷിച്ചു. അപ്പം ജോലി അന്വേഷിക്കുക. അന്ന് പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. അടുത്ത് കഴിഞ്ഞ് വെച്ചാൽ അവിടെ ജോലിയുള്ളടത്ത് പോവും, ജോലി എടുക്കും. അത് ഈ പോലീസ് പിടിച്ചതിന് ശേഷം പിന്നെ ഇവിടെ ഇപ്പൊ ഇപ്പോഴത്തെ രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് അക്കാമ ഇല്ലെങ്കിൽ അത് ഇപ്പോഴത്തെ രീതി അല്ലല്ലോ. അന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ശേഖ പറയുന്നത് എന്നെ കാണുമെന്നല്ല ഇവിടെ നോട്ടെ, ഒന്നും ആരെയും എന്താക്കണ്ട, ഒന്നും ചെയ്യണ്ട. അങ്ങനെ ഷേഖ് റാഷിദ് അങ്ങനെ ഇത് പണ്ടത്തെ ഞാൻ പറഞ്ഞ നിങ്ങൾ കൈ കൊടുത്തുന്നില്ല. അപ്പോൾ ഓറ് ഇങ്ങനെയാണ് പറഞ്ഞത് അന്നത്തെ പറഞ്ഞത്. ഇങ്ങോട്ട് ഇടുന്നോട്ട് അല്ലെങ്കിൽ പിടിച്ച് തിരിച്ചയച്ചൂടെ. അപ്പോൾ അതങ്ങനെയായിരുന്നു. പിന്നെ ഇവിടെ വന്ന് പല സ്ഥലത്തും പോയി ജോലി എടുക്കും. പുകളുടെ സ്ഥലത്ത് ഒരു ദിവസം എത്ര രൂപയായിരുന്നു, അല്ലെങ്കിൽ ഒരു മാസം എത്ര രൂപ ശമ്പളം? ഒരു മാസം എനിക്ക് കിട്ടിയ 45 ഉറുപ്പ്യ. 45 ദറംസ്, റുപ്പീസ്. അപ്പോൾ അന്ന് റുപ്പീസ് ആയിക്കില്ല. നമ്മൾ വരുമ്പോൾ 1900 എനിക്ക് ഓർമ്മ ശരിക്കും പറയാൻ പറ്റില്ല. 75 74 UAE പൈസ ഇറങ്ങിയത്. അതിൻ്റെ മുമ്പ് പൈസകളെല്ലാം പല നാട്ടിൻ്റെയും പൈസ, അധികം ബഹ്റൈനിൻ്റെ, ഖത്തറിൻ്റെ, മറ്റേത് സൗദിൻ്റെ എല്ലാ പൈസയും നടക്കും. ഇന്നേ പൈസ ഒന്നുമില്ല. എൻ്റെ ഓർമ്മ എനിക്കത് ശരിക്കും ഓർമ്മയില്ല എപ്പോൾ UAE പൈസ ഇറങ്ങിയത്. UAE പൈസ ഞാൻ വന്നതിന് ശേഷമാണ് ആയത്. അത് 75 അന്നെല്ലാം അതെല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഈ പിന്നെ UAE പൈസ ഇറങ്ങിയത് എൻ്റെ മിക്കവാറും എൻ്റെ ഉറപ്പ് 76 അപ്പം ഈ 45 ഉറുപ്പ്യ കിട്ടും. അതുകൊണ്ട് പിന്നെ അതുകൊണ്ട് ചോദിച്ചാൽ അത് ചിലപ്പോൾ ജോലി ഉണ്ടാവില്ല. ചിലപ്പോൾ എന്ന് വെച്ചാൽ 18 പോലെ പറയും പോലെ മലയാളിമാർ പറയുമ്പോൾ വേണ്ടി ഇതിൽ വേറെ ആളുണ്ടാവും. ഇതുപോലെ ഇങ്ങനെ വരുന്നതല്ലേ, ഓലെ ഒപ്പിക്കും, നമ്മൾ പുറത്താവും. അപ്പം നമ്മൾ നല്ലോണം പണിയെടുത്ത് മുതലാളി ഇഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ജോലി നമുക്ക് കിട്ടും. എപ്പോൾ പിടിച്ച് വെക്കാം. ഈ ലേശം സമയം പാർത്ത് പോയോ 10-9 മണിക്ക് വരേണ്ടി 8 മണിക്ക് എണീച്ചിട്ട്
വിളിച്ചിട്ട് ശരിക്കും ജോലിക്ക് പോയിക്കൊള്ളണം. എല്ലാത്തും എനിക്ക് ജോലിയില്ല, അങ്ങനെ ഒരു കാര്യമാണ് അത്. കൃത്യമായിട്ട് അതാണ് മുതലാളിക്ക് ഇഷ്ടപ്പെടുക്കണം പണിയെടുത്തിട്ട്, എന്നാലും പണി ജോലി കിട്ടും. അല്ല ജോലിയില്ല, അല്ല കഴിഞ്ഞാൽ ഇപ്പം വേറെ എവിടെയും പോകും, വേറെ എവിടെയും ജോലി, ഇങ്ങനെ പല സ്ഥലത്തും ജോലി എടുക്കും. അന്ന് ദേരാ സൽമാൻ സിനിമ മൈതാന അവിടുന്ന് ആണ് ആൾക്കാരെ ഓരോരുത്തർ വന്ന് വിളിച്ച് ജോലിക്ക് കൊണ്ടുപോകുന്നത്, അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. അതും എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ബൽദിയയിലെല്ലാം ആളെ വിളിച്ച് കൊണ്ടുപോക്കാം, എന്നിട്ട് ഒരാഴ്ച കൂടുമ്പോൾ അതിന് പൈസ കൊടുക്കല, കൊടുക്കുക. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെയാണ്. അപ്പോൾ അതൊരു ഇക്കെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്നു, ദുബൈയിലെത്തി, പിന്നെ ഈ 29 ദിവസം ഈ ലോഞ്ചിലുള്ള ഒരു വിഷമമൊക്കെ അനുഭവിച്ചല്ലോ. അപ്പോൾ പിന്നെ അത് ഇവിടെ വന്നതിന് ശേഷം അങ്ങനെ ജോലിക്ക് പോയി. അങ്ങനെ പിന്നെ ഞാളെ കാസർഗോഡ് ഇച്ചാൻ്റെ കൂടെയാണ് പിന്നെ ഫസ്റ്റ് പിന്നെ ജോലി കിട്ടിയത്. അതിൽ ഞാൻ നാട്ടിലുള്ള ആൾക്കാർ പിന്നെ ആളുണ്ട്, പി എ റഹ്മാൻ എന്ന് പറഞ്ഞ ആളുണ്ട്. അന്ന് പി എ റഹ്മാൻ, പിന്നെ താനക്കോട്ട് KK പിന്നെ ഞാൻ വെള്ളിലാട്ട് മൂസ എന്ന് പറഞ്ഞാൽ ഇവരിൽ ഒന്നായിരുന്നില്ല ഈ കാസർഗോഡ് ഉച്ചാൻ്റെ കൂടെ ജോലി ചെയ്യുന്നു. അവിടെ കുറേ കാലം ജോലി ചെയ്ത് പൈസയെല്ലാം കിട്ടും, പ്രശ്നമൊന്നുമില്ല. അങ്ങനെ പോയിക്കൊള്ളുമ്പോൾ അവിടുന്ന് പോയതിനു ശേഷം ഓരോരുത്തർ പോവും, അതിനൊരു പ്രശ്നമില്ല. എടിയാ ₹1 ജാസ്തി കിട്ടുന്ന ശമ്പളം നാളെ എനിക്ക് ഞാൻ ഇത്ര തരാമെങ്കിൽ അവിടെ പോവും. ഇനിയിപ്പോൾ മുതലാളി എനിക്ക് ഇത്തിരി എനിക്ക് പോടുന്ന് പറഞ്ഞാൽ അറിഞ്ഞ് പോരും. അന്ന് എവിടെയും ജോലി ചെയ്യാം. പിന്നെ കുറേ കാലം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഞാൻ കാണിച്ച് ബത്താക്കുണ്ടല്ലോ, ഈ ബത്താക്ക കൊടുത്തത്. അതായത് വെച്ചാൽ അന്ന് കളവ് നടന്നതിന് ശേഷം ഓരോരുത്തരുടെ ജോലി ഉള്ള സ്ഥലത്ത് എന്തായിക്കൊള്ളണോ, പിന്നെ ഈ ലെറ്റർ പേളിൽ സീല് കുത്തിയിട്ട് കൊണ്ടു കൊടുക്കണം. പോലീസ് സ്റ്റേഷൻ്റെ ഇമിഗ്രേഷൻ പറഞ്ഞ സ്ഥലത്തേനു കൊണ്ടുകൊടുക്കേണ്ടി. അത് കൊണ്ടുകൊടുത്താൽ ഈ ബത്താക്ക ചെയ്യും. അപ്പോൾ പോലീസ് പിടിച്ചാൽ രാത്രി 12 മണിക്ക് ഇത് കാണിച്ചു കൊടുത്താൽ ഇവിടെ എനിക്ക് ജോലിയുണ്ട്, എനിക്ക് ജോലിയുള്ള ആളാണ്. അങ്ങനെയാണ് ദേരാ സിനിമ എന്ന് പറഞ്ഞ സിനിമ ഉണ്ട് അന്ന്. പിന്നെ ആ സിനിമേൻ്റെ അല്ല അതിൽ പിന്നെ ഗേറ്റിൽ എനിക്ക് ജോലി കിട്ടി. ഇങ്ങനെ വരുന്ന കാര്യമെന്നുള്ള ടിക്കറ്റ് വർത്തി നിന്ന് കളിയാം, അതിൻ്റെ പോലെ മുള്ളിൽ വിടുക. അപ്പോൾ ആടത്തെ സീര് കുത്തിയിട്ടുള്ളതായ ബത്താക്കിയാണ് ഇത്. കുറേ കാലമായിട്ട് അതെടുത്ത് ഇതിലെ സിനിമ ടിക്കറ്റ് വർത്തി തന്നത്. അപ്പോൾ ഓല കയറ്റി കൊടുക്കുക, ചിന്തിക്കളിയാ. അപ്പം അവിടുന്ന് ഈ ദുബൈയിൽ പല ജോലികളും ചെയ്തു, ഹോട്ടൽ പണി ചെയ്തു, റോഡിന്റെ ഇത് ചെയ്തു, സിനിമാ കോട്ടയിൽ ടിക്കറ്റ് കയറാൻ നിന്നു, അങ്ങനെ ഒരുപാട് ജോലികൾ ചെയ്ത് എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ആദ്യമായിട്ട് നാട്ടിൽ? പിന്നെ അത് മാത്രമല്ല, നമ്മളെ ബന്ധപ്പെട്ട പിന്നെ മമ്മുഹാജിൻ്റെ കൂടെയും ബൈഷറവത്ത് മമ്മുഹാജി എന്നറിയും, അയാളെ കൂടെയും എന്താക്കി പിന്നെ 1 കൊല്ലത്തോ 1-2 കൊല്ലം അവിടെ എടുത്തത്. അങ്ങനെ പല സ്ഥലത്തും ജോലി, പല സ്ഥലത്തും എടുത്തത്. എന്നിട്ട് എത്ര വർഷം കഴിഞ്ഞാൽ നാട്ടിൽ പോകുന്നത്? 4.5 വർഷം കഴിഞ്ഞ്. 4.5 വർഷം കഴിഞ്ഞാണ് നാട്ടിലോട്ട് വന്നത്. അത് എങ്ങനെയായിരുന്നു നാട്ടിലോട്ട് പോയാൽ? ഇപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ ഏകദേശം 29 ദിവസം എടുത്തു. അങ്ങോട്ട് പിന്നെ പ്രശ്നമില്ല, പിന്നെ പാസ്പോർട്ട് ബിസിയിലായില്ലല്ലോ. പിന്നെ കപ്പലിന് പോയി, കപ്പലിന് പോയി. 4.5 കൊല്ലം പറത്തിൻ്റെ കാരണം വെച്ചാൽ വിസയും പാസ്പോർട്ടും ഒന്നും ഇല്ലല്ലോ, അങ്ങനെ കാര്യം പോകുന്നതല്ലേ. അപ്പം പിന്നെ നാട്ടിൽ നിന്ന് പാസ്പോർട്ട് വരുത്തി, പിന്നെ അതിനൊന്നേ ഇല്ല, പ്രശ്നമില്ല. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കാണിച്ചു കൊടുത്താൽ പിന്നെ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ വിസ. പിന്നെ അന്ന് ഒമാൻ ബയ്യായിട്ടും പിന്നെ പാസ്പോർട്ട് കൊടുക്കും, ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ കൊടുത്തേക്ക് അനുകൂലമായിട്ട്. അതായത് പാസ്പോർട്ടും വിസ ഇല്ലാത്തവർ പാസ്പോർട്ട് അതായത് ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ട് പാസ്പോർട്ട് നിങ്ങളെ ആൾക്കാർക്ക് കൊടുത്തോളണം. അതിൻ്റെ പറയും അതിൻ്റെ പാസ്പോർട്ട് കിട്ടിയാൽ ശേഷം അതിന് വിസ അടിപ്പിച്ചോളണം, ഇങ്ങനെ പറ്റൂല എന്നുള്ള ഘട്ടം ഘട്ടമായിട്ടല്ല ഇവിടെ നിയമം വന്നത്. അപ്പോഴോട് വന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് പിടിച്ചിട്ട് കയറ്റലൊന്നും ഉണ്ടായിക്കില്ല. അത് പിന്നെ നമ്മൾ പറയുന്നത് കേൾക്കാതെ കൊണ്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഈ 4.5 കൊല്ലം കഴിഞ്ഞ് ഇക്ക നാട്ടിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സമ്പാദ്യം ഉണ്ടാവുമല്ലോ. എത്രയായിരുന്നു അന്ന് കയ്യിലുണ്ട്? 1200 റുപ്യ ഉണ്ട്. 1200 റുപ്യ ഇന്ത്യൻ റുപ്യ. ഈ 4.5 വർഷം 1974-75 നാട്ടിലോട്ട് പോയത് അല്ലേ? അപ്പൊ അതാണ് ഇക്കടെ പാസ്പോർട്ട് നോക്കിയാൽ തിരിയില്ല പോയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അല്ല 71 വന്നപ്പോ 71 വർഷത്തോളം കഴിഞ്ഞു. അപ്പം ഈ നാട്ടിൽ പോയതിന് 12 ദിവസം എടുത്ത് ഷിപ്പില് അല്ലേ? 12 ദിവസം കഴിഞ്ഞ് മുംബൈയിലെത്തി. ബോംബെ അല്ലേ? 12 ദിവസം എന്ന് വെച്ചാൽ അന്ന് ഇതേപോലെ തന്നെ കോള് പിടിച്ച് ദ്വാരക്കൊക്കെ ഈ കടലിൽ നിന്ന് കോള് പിടിച്ചിട്ട് താമസിച്ച് പോയതാണ്. കടൽ ഇതുകൊണ്ട് കടൽ ചുരുക്കൊക്കെ വന്ന് ഓക്കെ. അങ്ങനെ അത് കഴിഞ്ഞ് അവിടുന്ന് പിന്നെ എത്ര ദിവസം? 1 ദിവസം എടുക്കും പിന്നെ വീട്ടിലേക്ക് എത്താൻ വേണ്ടി?
ബസ്സിന് 24 മണിക്കൂർ. 24 മണിക്കൂറുണ്ട്. അപ്പൊ ഇന്നത്തെ അത് 3 ദിവസമോ 4 ദിവസമോ കപ്പലിന് താമസിച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല. 2 or 3 ദിവസം ഉണ്ട്. ഓക്കെ. അതായത് നമ്മൾ ഇന്നത്തെ ഫെസിലിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് 3.5 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മള് വീട്ടിലെത്തി. അപ്പൊ അന്ന് എത്രത്തോളം ഓരോ കാര്യങ്ങൾക്കും നമ്മള് ബുദ്ധിമുട്ടി എന്നുള്ളതാണ്. 29 ദിവസം എടുത്ത് ഇവിടെ വരാൻ വേണ്ടി തിരിച്ചു പോയപ്പോൾ തന്നെ ഈ 12 ദിവസം എടുത്തു. പിന്നെ ഈ പറയും പോലെ ഇന്ന് മൊബൈലുണ്ട്, പിന്നെ നമുക്ക് അത്യാധുനിക സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അന്ന് ഒരു വിവരം, അതായത് ആരെങ്കിലും മരണപ്പെട്ടെന്നോ മരണപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ പോന്നതിന് ശേഷമാണ് എൻ്റെ ഉപ്പാൻ്റെ മകൾ മരിച്ചത്. അത് ഞാൻ അന്ന് ടെലിഗ്രാം മാത്രമാണ്. ഈ ടെലിഗ്രാം അടിക്കൽ എന്ന് പറഞ്ഞാൽ ആളെ നമ്മുടെ നാട്ടിലെ പോലെ ആളെ കിട്ടലൊന്നുമില്ല. അത് പോസ്റ്റ് ബോക്സിൽ ഇടല. അപ്പോൾ ആ പോസ്റ്റ് ബോക്സ് ഇട്ടത് എന്തോ കാരണത്താൽ നമ്മൾ ഷാർജ എവിടെയോ ഇത് വന്ന് നിന്നിക്ക്. പക്ഷേ നമ്മളറിയില്ല. പിന്നെ 18 ദിവസം കഴിഞ്ഞ് ഇങ്ങനെ ഉപ്പങ്ങൾ മരിച്ചിക്കെന്ന് പറയുന്നത്. ഓ അത് ശരി. ടെലഗ്രാം ആയിട്ട് ഇല്ല അറിയാൻ പറ്റിയില്ല. സംവിധാനമില്ല. അതാണ് ബോക്സിലിട്ടതാ. ബോക്സിലിട്ട് പിന്നെ ആരും പോയി തുറന്നു നോക്കിയാലെല്ലാം കിട്ടുന്നുള്ളൂ. അന്നേരം പറയും ഇങ്ങനെയാണ് എന്നുണ്ടെന്ന്. അന്നേരം പിന്നെ കുറെ ഒരു മര്യാദ വിളിക്കലും ധാരിപ്പിക്കലും എല്ലാം കഴിയും. അതിന്റെ കർമ്മങ്ങളും കഴിക്കും. അത് കഴിഞ്ഞ് വീണ്ടും ഇക്ക തിരിച്ച് ഗൾഫിലേക്ക് വന്നു. പിന്നെ വീണ്ടും ദുബൈ തന്നെയാണോ ജോലി ചെയ്തത്? വീണ്ടും പല സ്ഥലത്തും ജോലി ചെയ്ത് അങ്ങനെയാണ് പിന്നെ ഇവിടെ നെസ്വായിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ചെറിയ ക്രോസറി കൊണ്ട് നിന്നത്. നമ്മൾ 2-3 പാർട്ട്ണറായിട്ട്. അത് ഒരു 10-20 കൊല്ലം അത് നടത്തി. എൻ്റെ ഓർമ്മ ശരിയാണ്, 10-20 കൊല്ലമുണ്ട് തോന്നുന്നത്. അതിങ്ങനെ കൊണ്ടുപോയിക്കും മുന്നോട്ട്. പിന്നെ അവിടുന്ന് ഇങ്ങനെ പുറയെല്ലാം കച്ചവടം ചെയ്യും, എല്ലാം പൊട്ടിപ്പോവും, വീണ്ടും ചെയ്യും, വീണ്ടും പൊട്ടിപ്പോവും. അങ്ങനെ അവസാനം പിന്നെ ഇവിടെ ഈ കൽവാ റോട്ടിൽ പീടിയ കിട്ടി. അത് അവിടെയും കുറേ കാലം വെറുതെ ഇങ്ങനെ ഉണ്ടല്ലോ, അതേ പോയോണ്ടിരിക്കുമ്പോൾ ഈ റോഡ് ഇതായത്. അന്ന് ഒരു സിംഗിൾ റോഡാണ്. അന്ന് കൽബയിലേക്ക് പോകുന്ന റോഡായത്. ആളെ 1 മണിക്കൂറിൻ്റെ ഒരു വണ്ടിയായിട്ടേ പോകും. അപ്പോൾ നമ്മൾ കുത്തിരിക്കും. ആ തോട്ടത്തിലുള്ള ആളെല്ലാം ക്രോസ് ചെയ്യുന്ന സാധനം വാങ്ങിയിട്ട് അതങ്ങനെ പാടി അതുമായിട്ട് നമുക്ക് വിഷമമായിട്ട് ഇങ്ങനെ അങ്ങ് പോകും. വേറെ ഒന്നുമില്ല. അങ്ങനെ ഈ റോഡുണ്ടല്ലോ, ഏത് റോഡ്? ഫുജിറ റോഡ് ഇനി ടച്ചായല്ലോ. ആ ടച്ചായ ശേഷം പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും, അടുത്തോണ്ടിരിക്കും, കച്ചവടം ഇങ്ങനെ കൂടും. ഞാൻ ഇതെന്താ ഇങ്ങനെ 250-300 രൂപ കച്ചവടം, 1000-1200 രൂപ. അപ്പം ഞാൻ ഇതെന്താ വിചാരിച്ചോ, കച്ചവടം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പിടുത്തം വിട്ട ഞാൻ ഒറ്റ കട എൻ്റെ മാത്രമേ അന്നുള്ളൂ. പിന്നെ പിടുത്തം വിട്ട കച്ചവടം. പിന്നെ ആൾക്കാർ എന്താ ഇപ്പോൾ പിടിച്ച് വയലടച്ചിട്ട് അന്ന് ചെയ്യല്. ഇങ്ങനെ 5 ഈ ആൾക്കാഫിൻ്റെ ബിൽഡിങ്ങാണ്. അപ്പോൾ 5 നേരം കട ബന്ധാക്കണം. ബന്ധാക്കുമ്പോൾ ചായ ഓലി വന്നിട്ട് അന്നേരം ചായ വാങ്ങിയിട്ട് ഉള്ളിലിരുന്നാൽ പ്രശ്നം ഉണ്ടാവും. അതിന് നിസ്കാരത്തിൻ്റെ 15 മിനിറ്റ് മുമ്പ് കട ബന്ധായിക്കളി. അങ്ങനെ കുറേ കാലം കഴിഞ്ഞ് പിന്നെ അപ്പോൾ അങ്ങനെ കച്ചവടത്തിന് പ്രശ്നമൊന്നും ഇല്ല. അങ്ങനെ പോയി നമ്മൾ കച്ചവടം ഒരാടെ കാത്തിക്കൂല, വേറെ വീടിയൊന്നും ഇല്ലല്ലോ. അങ്ങനെ കുറേ കാലം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഈ ബിൽഡിങ്ങെല്ലാം വിരുത്ത് തുടങ്ങിയത്. അപ്പോൾ ആ ഒരു കഫ്തേരിയയിൽ നിന്ന് അതിനെ റെസ്റ്റോറൻ്റ് ആക്കി. അത് കെപ്റ്റേരിയ റെസ്റ്റോറൻറ്റാണ്. അത് ആദ്യം തന്നെ കെപ്റ്റേരിയ റെസ്റ്റോറൻ്റ് ആക്കിക്ക്. പക്ഷേ അതിനുള്ള സൗകര്യമില്ല. പക്ഷേ സൗകര്യം പിന്നെ ഡെവലപ്പ് ചെയ്ത്. അപ്പോൾ അത് ചെയ്യുമ്പോഴും ഇക്ക പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നോ അതോ ഇല്ല? അത് ഇല്ല, അത് ബിസിനസ് ഇല്ല. ഒരു പാർട്ട്ണർ ഉണ്ടായിരുന്നു. ഓന എന്തായിപ്പോയി, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് ബിസിനസ് ഇല്ലാതെ കൊണ്ട് ഓന ഒഴിഞ്ഞു പോയി. എനിക്ക് വയ്യാൻ പറ്റും. എനിക്ക് ഗ്രോസറി എൻ്റെ സ്വന്തമായിരുന്നു. അപ്പം ഞാൻ ഗ്രോസറി എൻ്റെ കച്ചവടം ചെയ്തിട്ട് അവിടെ നിന്ന് കിട്ടുന്ന ലാഭം ഹോട്ടലിന് ചിലവാക്കിയിട്ട് അവിടെ നിൽക്കലാണ്. അതുകൊണ്ട് എൻ്റെ ബാലൻസ് ചെയ്ത് അങ്ങനെ അവിടെ നിന്ന് അങ്ങനെയാണ് പിന്നെ കച്ചവടം ഓടി വന്നത്, ഇതായത്. അതിനുശേഷം പിന്നെ അവിടെ ഇത് ഡെവലപ്പായി. അതിനുശേഷം ഷോപ്പ് ഇങ്ങോട്ട് ബിൽഡിംഗ്, പിന്നെ ഇവിടെ ബിൽഡിംഗ് എടുത്ത് ഇവിടെ ബിൽഡിംഗ് നമ്മൾ അറബിക്ക് തന്നെ പൈസ കൊടുത്തെടുപ്പിച്ചതാണ്. അതായത് നമ്മൾ ഷാർജ ഫിജറ റോഡിൽ ഷാർജ അതിൽ ഫസ്റ്റ് ഷോപ്പ്, അതായത് രണ്ടാമത്തെ ഷോപ്പ് എടുത്തു. രണ്ടാമത്തെ ഷോപ്പ് എടുത്തു. അവിടെ നിന്ന് അവിടെ അത്യാവശ്യം കച്ചവടം കുറെ വിഷമങ്ങളെല്ലാം നടന്ന് സഹിച്ചിട്ട് ലെവലായി വന്നു. ഒറ്റപ്പെട്ട കടയാണല്ലോ, കാരണം ആ ഒരു ഏരിയയിൽ ഫസ്റ്റ് കട അത് ആദ്യമായിട്ട് 5 കടയേ ഉള്ളൂ. അപ്പം പ്രശ്നമൊന്നുമില്ല. പിന്നെ കടകൾ വന്നതാ, നിറയെ കടകളായി അവിടെ. പക്ഷേ അത്യാവശ്യം നല്ല കസ്റ്റമേഴ്സ് ഉണ്ട്, അതുപോലെ നല്ല സർവീസുമാണ്. നല്ല അറിയാം, കാരണം അവിടുത്തെ സ്റ്റാഫൊക്കെ നല്ല ഇതാണ്.
അവിടെ അതിൽ നിന്ന് അതേ സമയം തന്നെ ഇവിടെയും അടുത്ത ഷോപ്പ് തുടങ്ങുമായിരുന്നു. അതേ സമയം ഇല്ല, ഇതും നമ്മൾ തന്നെ ബിൽഡിങ്ങിന് അർബാവിന ബിൽഡിങ്ങിന് പൈസ കൊടുത്തിട്ട് ബിൽഡിങ് അയാൾ എടുക്കാണ്ട് ഇങ്ങനെ തറ ഇട്ടിട്ട് ഇതിൻ്റെ പൊട്ടേഷൻ നടത്തിയിട്ട് ഇട്ടല. അപ്പോൾ നമ്മൾ പൈസ കൊടുത്തിട്ട് എന്താക്കി പോയിന്. അപ്പോൾ എൻ്റെ കൂടെ പാർട്ണർ അതിന് വേറെ രണ്ടാളുണ്ട്. അല്ല വെള്ളിലാട്ട് അസീസ് എന്ന് പറഞ്ഞ ആളും മാട്ടാമല മൂസ എന്ന് പറഞ്ഞ ആളും ഉണ്ട്. നിങ്ങളിപ്പോൾ 3 പേരാണ്? അതിനല്ല 3 പേരുണ്ട്. പിന്നെ കെപ്റ്റീനക്ക് വേറെ പാർട്ണറാ, തലശ്ശേരിക്കാരനാണ്. ഈ ഹോട്ടലിനും പിന്നെ ഈ 3 ഹോട്ടലിനും ഈ 3 സൂപ്പർ മാർക്കറ്റിനും വെള്ളിലാട്ട് അസീസ്, മാട്ടാമല മൂസ, ഞാനും. നിങ്ങൾ 3 പേരാണ്. കെപ്റ്റീരിയ ഉള്ളത് പിന്നെ നമ്മളെ തലശ്ശേരിക്കാരൻ പിന്നെ ഒരാളുണ്ട്, അഷറഫ്. അപ്പൊ ഇതൊരു ചെറിയ എല്ലാ സംരംഭത്തിലും ഒരു പാർട്ണർ ഉണ്ട്. ഏതായാലും ഈ ഓരോ വർഷങ്ങൾ കടന്നു പോകുമ്പോൾ ഇപ്പം എത്ര മക്കളാണ് ഇക്കയ്ക്ക്? 3 മക്കള്. അവര് ഇവിടെ കൊണ്ടുവന്നിരുന്നോ? ഇവിടെ തന്നെയാണ് ഫാമിലി കൂടെ? ഫാമിലി ആയിട്ട് ഉണ്ടായാലുണ്ട്, ഉണ്ടായാലുണ്ട്. ഇപ്പൊ നാട്ടിൽ പോയതാ. ശരി. മക്കള് ഒരാണും 2 പെണ്ണും. ഓക്കെ. എല്ലാവരെയും കല്യാണമൊക്കെ കഴിഞ്ഞു ജോലിക്ക് മക്കളും 2, 3, 4 മക്കളും സുഖമായിട്ട് ഒരു പ്രശ്നമൊന്നുമില്ല, ഇങ്ങനെ പോകുന്നു. ഇപ്പൊ ഒരു പ്രശ്നമില്ല, ഇനി പ്രശ്നം തരാതിരിക്കട്ടെ. ഏത് സമയവും കച്ചവടം പറഞ്ഞാൽ ഏത് സമയവും പോവും, ഏത് സമയവും വരും, നമുക്ക് പറയാൻ പറ്റൂല. എന്നാലും പടച്ചവന്റെ ഒരു അനുഗ്രഹം കൊണ്ട് 1971 ഇക്ക ലോഞ്ചിൽ വരികയും ആ കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോഴും ദൈവം അങ്ങേ കരുതിയിരുന്നു. ഇപ്പം ഏകദേശം 180ഓളം തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെ തൊഴിൽ കൊടുക്കുമ്പോൾ തന്നെ അവരുടെ കുടുംബത്തിനുള്ള പ്രാർത്ഥനയും ഇക്കയ്ക്ക് കിട്ടും. കാരണം ഇവിടെ പ്രവാസത്തിൽ വന്ന് ഒരു ജോലി കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ്. ആ ജോലി കൊടുക്കുന്ന ഒരാള് ഇതുപോലെ ഒരു മനുഷ്യ സ്നേഹിയാണ്, എല്ലാവരെയും സപ്പോർട്ട് ചെയ്താണ്, മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ അറിയാവുന്ന ഒരാളായതുകൊണ്ട് അവർക്ക് എപ്പോഴും ഒരു പ്രശ്നമായിരിക്കില്ല. വലിയ സന്തോഷം. ഇക്ക ഏതായാലും വീണ്ടും ഒരുപാട് സംരംഭങ്ങൾ സൂപ്പർ മാർക്കറ്റായിട്ടും റെസ്റ്റോറൻ്റ് ആയിട്ടും ഹോട്ടലായിട്ടും ഒക്കെ ഉണ്ടാകട്ടെ. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങേപ്പോലുള്ളവരാണ് ഈ സമൂഹത്തിന് വേണ്ടത്. ഈ നാളെ ഒരാൾ ഇപ്പം തൊഴിലില്ലാതെ ഒരാൾ വരുമ്പോൾ നമുക്ക് നമ്മുടെ സംരംഭത്തിലേക്ക് ഒക്കെ അവൻ കൊള്ളാം, അവനെ കൂടെ നമുക്ക് കൂടെ നിർത്താം എന്ന് തോന്നണമെങ്കിൽ നമുക്ക് അതിനുള്ള ഇതുണ്ടാവണം. അപ്പം എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. അപ്പം നമ്മളോടൊപ്പം ഈ ഉണ്ടായിരുന്ന അബ്ദുൾ റഹ്മാൻ ഇക്കയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. കൂടുതൽ സംരംഭങ്ങൾ വീണ്ടും തുടങ്ങട്ടെ. എല്ലാവിധ ആശംസകളും. This program brought to you by NK Group, Lucky Center and Lucky Department Store, Ajuman.